സത്യം ഒരുപാട് കാലം മൂടി വയ്ക്കാനാകില്ല. ദേവസ്വം ഫണ്ട് വകമാറ്റി ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് ഒരു ദിവസത്തെ പോലും ആയുസ്സുണ്ടായില്ല. ദേവസ്വം ഫണ്ട് വകമാറ്റിയത് ദേവസ്വം മന്ത്രി തന്നെ തുറന്ന് സമ്മതിച്ചു. ആദ്യഘട്ടത്തിൽ മുൻകൂട്ടി ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ട് വഴിയാണ് ഈ സ്പോൺസർമാരുടെ പണവും വരുന്നതെങ്കിൽ മുൻകൂട്ടി അവർ പണം ചിലതിൽ അഡ്വാൻസ് ചെയ്യും. അത് അവരുടെ സ്പോൺസർമാരുടെ പണം വരുമ്പോൾ തിരിച്ചു വരവ് വെച്ച് അത് ദേവസ്വം ബോർഡിന് ബാധ്യതയില്ലാതായി മാറും. ഇതാണ് അവർ വിശദീകരിച്ചത്. ആ രൂപത്തിൽ ഈ കാര്യങ്ങൾ വരും 45 ദിവസത്തിനുള്ളിൽ മുഴുവൻ വരവിയലവ് കണക്കും വരുമ്പോൾ നിങ്ങളുടെ ഈ സംശയം എല്ലാം ദൂരീകരിക്കും. ഇനി അയ്യപ്പ സംഗമത്തിനുള്ള ചെലവ് എങ്ങനെ കണ്ടെത്തുമെന്ന് ആഗോള അയ്യപ്പ സംഗമത്തിന് മുൻപ് ഹൈക്കോടതി അറിയിച്ചത് എന്താണെന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞത് കൂടി കേൾക്കാം. അത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ പണം ദൂർത്തടിക്കാനോ അല്ലെങ്കിൽ ബോർഡിൻ്റെ പണം എടുത്ത് ചെലവഴിക്കാനോ അല്ല. സ്പോൺസർമാർ തന്നെ ഇക്കാര്യത്തിൽ മുന്നോട്ട് വന്ന് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നു. ചെലവ് വഹിക്കാമെന്ന് ഏറ്റ സ്പോൺസർമാരുടെ പണം സ്വരൂപിച്ച് 45 ദിവസത്തിനകം ഹൈക്കോടതിയിൽ കണക്കുണ്ടാക്കി നൽകാൻ ദേവസ്വം ബോർഡ് കടും പ്രയത്നത്തിലാണ്. എല്ലാം കോടതിക്ക് ബോധ്യമാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും. ദേവസ്വം പണം എടുക്കില്ലെന്ന് പറഞ്ഞ ശേഷം ഫണ്ട് എടുക്കുന്നത് കോടതി അലക്ഷ്യമാണ്. അതിന് കണക്കുണ്ടാക്കി ഇനി കോടതിയെ അറിയിക്കുമ്പോൾ അത് ഹൈക്കോടതി എങ്ങനെ എടുക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും കോടതി അലക്ഷ്യ കേസുമായി പലരും ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.